ഇവിടെ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ. പ്രൈസ് ദി ലോർഡ്. ചർച്ചിൻ്റെ ഒരു അവലോകനം എല്ലാവരും അറിയാൻ വേണ്ടി ഇവിടെ സമർപ്പിച്ചു. ആ ദർശനത്തിൽ മുന്നോട്ട് പോകുവാൻ, അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ, അനേകർക്ക് ആശ്വാസമായി തീരുവാൻ ചർച്ചിൻ്റെ തുടർന്നുള്ള പ്രവർത്തനം ഇടയാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അനേകർ ദേശങ്ങളിൽ കർത്താവിനെ അറിയുവാനും ഭാരത്തിലും ദുഃഖത്തിലും മദ്യത്തിൻ്റെ അടിമത്തത്തിലുമൊക്കെയായി അനേകർ കഴിയുമ്പോൾ വിവിധ വിഷയങ്ങളിൽ നീറുന്ന അനേകർക്ക് ഒരു സ്വാന്തനമായി ഞങ്ങളായിത്തീരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഏത് വിഷയത്തിനും കടന്നു വരുവാൻ ഒരു വലിയ നല്ല അവസരമാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ടീം തന്നെ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിലും ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. റിപ്പോർട്ട് സമർപ്പിച്ച ഇതിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന കെ കെ ജോണുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇനിയും ഇവിടുത്തെ കൊയർ ടീമിൻ്റെ ഒരു പാട്ട് ഇപ്പോൾ പാടുന്നതായിരിക്കും. അവരെ അതിലേക്ക് ക്ഷണിക്കുന്നു. അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾ സൗഖ്യദായകൻ യേശു, ആടിപ്പിണരാ സൗഖ്യം നൽകി. ആശ്രയം നീ എൻ്റെ നാഥാ, എത്ര മാധുര്യം ജീവിതത്തിൽ. ആശ്രയം നീ എൻ്റെ നാഥാ,
നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ ടീമിനോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ നടക്കുന്നു. ഈ ആലയം പ്രാർത്ഥിച്ച് ഡെഡിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മളോട് ജോയ്ക്കുമളി മാസ്റ്റർ നമ്മളെ അഡ്രസ്സ് ചെയ്തതിന് ശേഷം ആ ശുശ്രൂഷ നിർവഹിക്കുന്നതായിരിക്കും. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പാസ്റ്റർ ജോയ്ക്കുമളിയെ അതിലേക്ക് ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലൂടെ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ വാഴ്ത്തുന്നു. ഇത്ര മനോഹരമായ ഒരു ആലയം ഇവിടെ സൃഷ്ടിക്കപ്പെട്ട സർവശക്തനായ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുകയും ഈ ആലയത്തിന് വേണ്ടി ഇതേപോലെ മനോഹരമാക്കുവാനായിട്ട് കർത്താവിന്റെ ദാസന്മാർ പാസ്റ്റർ മോഹൻ, ജോർജ് ചായൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും സ്വർഗം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നലെ ഞാൻ ഈ മീറ്റിംഗ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. കാരണം എൻ്റെ മാതാവ് അസുഖമില്ലാതെ ബോംബെയിലെ ഹോസ്പിറ്റലാണ്. കഴിഞ്ഞ 2 മാസമായി ഞങ്ങൾ ബാംഗ്ലൂർ ഞങ്ങളുടെ സെൻറ്ററിൻ്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. 28-29 കൺവെൻഷനാണ്. ഏകദേശം 10-20 ചർച്ചുകളോളം അവിടെ ദൈവം തരികയും അതിൻ്റെ ഒരു മെയിൻ മീറ്റിംഗ് നടക്കപ്പെടുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമായ കാര്യങ്ങളുമായിട്ട് ബാംഗ്ലൂരായിരുന്നു. ഇന്ന് പകല് എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ അനിൽ അടൂര്, കൃതദാസൻ സാമിനെ നിങ്ങൾക്കറിയാം. നിങ്ങൾ പലപ്പോഴും ഫേസ്ബുക്കിൽ മറ്റ് ഇതിൽ നിങ്ങൾ കണ്ടുപോകണമായിരിക്കും. നമ്മുടെ ട്രിവാൻഡ്രത്ത് സുവിശേഷ വിരോധികൾ സഭ തല്ലി തകർത്ത് വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ അനേക ദൈവമക്കളുടെ പ്രാർത്ഥന വീണ്ടും അവിടെ സ്ഥാപിക്കപ്പെടാനും അത് അനുഗ്രഹമാക്കി തീർക്കാൻ ദൈവം സഹായിച്ചവർ ദൈവത്തിന് നന്ദി പറയുന്നു. അതേപോലെ ഇവിടുത്തെ ചുറ്റുവട്ടത്തുള്ള ദൈവദാസന്മാർ, AG-യിലെ ചർച്ചക്കോടിലെ IPC-യിലെ മറ്റിതര ദൈവസഭയുള്ള ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. എന്നിലെ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരാണെങ്കിലും ഈ ശുശ്രൂഷ ജീവനെ വിളിച്ചതുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ താല്പര്യമുണ്ട്. നമുക്ക് ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. എല്ലാ ദൈവമക്കളും അനേക ആളുകള് ആരാധനാലയമില്ലാതെ ഭാരപ്പെടുമ്പോൾ അനേക ജീവിതങ്ങൾ ഒന്ന് ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരിക്കുമ്പോൾ ഈ കോന്നിയുടെ പ്രദേശത്ത് സ്വർഗ്ഗം ഒരുക്കി മനോഹരമായ ആലയത്തെ കർത്തൃ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷ കടക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രൈസ് ദി ലോർഡ് നമ്മുടെ കർത്താവിന് മുഴുവൻ മഹത്വം കൊടുത്ത്. എനിക്കറിയാം ഇവിടെ രാവും പകലും പ്രാർത്ഥിച്ച എൻ്റെ സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. പലപ്പോഴും വിളിക്കുകയും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ച് പ്രാർത്ഥിച്ച് ഇതിൻ്റെ ആരംഭഘട്ടം മുതൽ ഇതിൻ്റെ തുടക്ക സമയം മുതലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവർക്ക് സഹായിച്ചു. നമുക്ക് ഒരുമിച്ചൊരു പാട്ട് പാടി നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. നമ്മുടെ കർത്താവിൻ്റെ മുഖത്ത് നോക്കി നമുക്ക് ഒരുമിച്ച് സന്തോഷിച്ചുകൊണ്ട് അവനെ ആരാധിപ്പാൻ ഇടയാഴ്ചതിന് ശേഷം നമുക്ക് പ്രാർത്ഥിച്ച് ഈ ആലയത്തെ സമർപ്പിച്ച് നമുക്ക് വചനത്തിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ പരമരുളീശ നീ അത്രേ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീ അത്രേ രക്ഷാസ്ഥാനം. ആദിയെങ്കിൽ കൈപ്പാകിലും അന്ത്യമോ മധുരമാത്രേ. ആദിയെങ്കിൽ കൈപ്പാകിലും അന്ത്യമോ മധുരം. ആദിയെങ്കിൽ കൈപ്പാകിലും അന്ത്യമോ മധുരമാത്രേ. പരപരമേശ പരമരുളീശ നീ അത്രേ രക്ഷാസ്ഥാനം. പരമരുളീശ നീ അത്രേ രക്ഷാസ്ഥാനം. നിന്നോടൊന്നിച്ചുള്ള വാസം
എന്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും. പരപരമേശ പരമേശ നീയത്രേ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. നിന്റെ മുഖ ശോഭ മൂലം എന്റെ ദുഃഖം തീർന്നു പോകും. നിന്റെ മുഖ ശോഭ മൂലം എന്റെ ദുഃഖം തീർന്നു പോകും. പരമരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. പരമരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. ആദിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരം. ആദിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരം. പരമരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. പരമരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. നിന്റെ മുഖ ശോഭ മൂലം എന്റെ ദുഃഖം തീർന്നു പോകും. നിന്റെ മുഖ ശോഭ മൂലം എന്റെ ദുഃഖം തീർന്നു പോകും. പരമരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. ഓ പരമരമേശ നീയത്രേ രക്ഷാസ്ഥാനം. ഈ പകൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക കഷ്ടതകളുടെയും അനേക ദുഃഖങ്ങളിലൂടെയും അനേക വിലാപങ്ങൾ കടന്നു പോയപ്പോ സർവശക്തന്റെ കരത്തെ നീട്ടി അനുഗ്രഹിച്ച് സ്വർഗത്തിലെ സകല ആത്മീയ നന്മകളാലും നിറയ്ക്കപ്പെട്ട് ഈ ദേശത്തിന് മേൽ ദൈവസഭയ്ക്ക് അടിസ്ഥാനം ഇടുവാൻ കർത്താവ് കൃപ കൊടുത്തതോർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിപ്പാനിടയായി തീരട്ടെ. അവന്റെ മുഖത്തേക്ക് നോക്കുന്നവരാ ലജ്ജിച്ചു പോകയില്ല. അവരുടെ ലജ്ജകളെ മാറ്റുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവെന്ന് വചനത്തിൽ കാണുന്നത് പോലെ എന്റെ സഹോദരങ്ങളെ നിന്ദകളെ മാറ്റിയതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ ആലയം സകല ജനത്തിനും പ്രാർത്ഥനയിൽ നിന്ന് വിളിക്കപ്പെടുവാൻ, ഇതിനകത്ത് കടന്നു വരുന്ന രോഗികൾ സൗഖ്യമാകുവാൻ, ഇതിനകത്ത് യേശുവിനെ അനേകർ അറിയുവാൻ, ഇതിനകത്ത് രക്ഷാസ്ഥാനം പ്രാപിച്ചുകൊണ്ട് ദൈവജനത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ദൈവത്തോട് നിലനിൽക്കുവാനിടയായി ചേരുന്നതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി ചേരട്ടെ. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ആലയം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇറങ്ങി വരട്ടെ. മേഘം കൊണ്ട് മൂടുന്ന പോലെ, തേജസ് കൊണ്ട് മൂടുന്ന പോലെ, ചലമോന്റെ ആലയത്തിനകത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയതുപോലെ ഇന്ന് പകൽക്കാലം ആലയത്തിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരേണ്ടതിനായിട്ട് അന്യഭാഷകൾ ദൈവത്തെ ആരാധനയായി ചേരട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ആലയത്തിന്റെ മഹത്വം അനേകർ അറിയേണ്ടതിനായി, ഇതിനകത്ത് അനേകർ കടന്നു വരേണ്ടതിനായി, അനേക ജീവിതങ്ങൾ വിടുവിക്കപ്പെടേണ്ടതിനായി, അനേകർക്ക് അഭയമായി മാറേണ്ടതിനായിട്ട് എന്റെ കർത്താവ് സഹായിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിലെ എല്ലാ നന്മകളാലും, എല്ലാ അനുഗ്രഹങ്ങളാലും, എല്ലാ ഉയർച്ചകളാലും, എല്ലാ സന്തോഷത്താലും, എല്ലാ സമാധാനത്താലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമായ നാമത്തിൽ ഈ ആലയത്തെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആരാധനയ്ക്കായി, അങ്ങയുടെ അത്ഭുതങ്ങൾക്കായി, അങ്ങയുടെ അഭിഷേകത്തിനായി, അങ്ങയുടെ സാന്നിധ്യത്തിനായി, അങ്ങയുടെ കൃപയ്ക്കായി ഒരുമിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇതിനകത്ത് അങ്ങയുടെ തേജസ് ഇറങ്ങണമേ, ഇതിനകത്ത് സാന്നിധ്യം വസിക്കണമേ, ഇതിനകത്ത് കടന്നു വരുന്ന വിടുവിക്കപ്പെടണമേ, ഇതിനകത്ത് കടന്നു വരുന്ന വിലാപത്തെ നൃത്തമാക്കണമേ, ഇതിനകത്ത് വരുന്ന രട്ടുകൾ അടിക്കണമേ, അവരെ സന്തോഷം ഉടിപ്പിക്കണമേ. ഈ ആലയം അതിരുകൾ വിശാലമാകട്ടെ, ആത്മാക്കളെ കൊണ്ട് നിറയപ്പെടും ഇടയായി ചേരട്ടെ. ഈ ആലയം ആത്മാക്കളെ കൊണ്ട് നിറയുന്നതിനായിട്ട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവേ, അവിടുത്തെ അനുഗ്രഹത്താലും അഭിഷേകത്താലും നിറച്ചാട്ടെ. നേതൃത്വം കൊണ്ട് ഭൃത്യന്മാരെ സ്വർഗം അനുഗ്രഹിക്കണം, സ്വർഗം മാനിക്കണമേ. വരുന്ന ദിവസങ്ങളിൽ പുതിയ കുടുംബങ്ങളാൽ കടന്നു വരുവാൻ ദൈവസഭയിൽ അംഗങ്ങളായി തീർന്ന് വചനമനുസരിച്ച് സ്നാനപ്പെട്ട് നിത്യരാജ്യത്തിന് അവകാശമായി തീരുന്നതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താപ്രകാരം ചെയ്തതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന മുഴുവൻ മഹത്വം അങ്ങേക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ഇവിടെ പ്രാർത്ഥന എടുത്ത് സ്തുതിച്ചാട്ടെ. കരങ്ങൾ അടിച്ച് നന്ദി പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സ്ഥാനത്തിരിക്കാം.